വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക ആസൂത്രണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചാണ്, അഥവാ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പ്രധാനമായും 8 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ അഡ്വൈസർ പിന്തുടരുന്ന അതേ രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് നമ്മളും ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇവയൊക്കെ. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാമെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി നോക്കാം. ഈ 8 ഘടകങ്ങളിൽ ആദ്യത്തെ 4 കാര്യങ്ങളാണ് ഇന്നത്തെ സെഷൻ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. അവ ഇനി പറയുന്നതാണ്. ആദ്യത്തേത് ഗോൾ സെറ്റിംഗ് തന്നെയാണ്. അതായത് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തവും പ്രായോഗികമാക്കുന്നത് എങ്ങനെ. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അവരുടെ ഹ്രസ്വകാല അല്ലെങ്കിൽ ദീർഘകാല ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാമ്പത്തിക ആസൂത്രണം അത്യാവശ്യമാണ്. ഇതിന്റെ ആദ്യപടിയായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ അവയ്ക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, പണക്കാരനാകണം എന്നതിനേക്കാൾ വർഷം 50 ലക്ഷം രൂപ വരുമാനം വേണമെന്ന് കൃത്യമായി പറയുന്നതാണ് ശരിയായ രീതി. കൂടാതെ ഈ ലക്ഷ്യങ്ങൾ അളക്കാൻ കഴിയുന്നതും വരുമാനത്തിനനുസരിച്ച് പ്രായോഗികവും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതുമായിരിക്കണം. ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വരുമാന പരിമിതികൾ കണക്കിലെടുത്ത് അവയെ മുൻഗണനാ ക്രമത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യം തുടങ്ങിയ അനിവാര്യമായ കാര്യങ്ങൾക്ക് ആഡംബര ചെലവുകളേക്കാൾ മുൻതൂക്കം നൽകണം. ഹ്രസ്വകാല ആവശ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീർഘകാല സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുമെന്നുള്ളതിനാൽ സാമ്പത്തിക ഭദ്രത നൽകുന്ന കാര്യങ്ങൾക്കായിരിക്കണം പ്രാധാന്യം. ഇതിന്റെ ഭാഗമായി അധിക വരുമാനം ലഭിക്കുമ്പോൾ അത് അനാവശ്യമായി ചെലവാക്കാതെ ക്രെഡിറ്റ് കാർഡ്, കുടിശ്ശിക പോലുള്ള ഉയർന്ന പലിശയുള്ള കടങ്ങൾ വീട്ടാൻ ഉപയോഗിക്കുന്നത് വ്യക്തിയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിരമിക്കൽ കാലം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി മതിയായ ഫണ്ട് കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. വിരമിക്കൽ പോലുള്ള ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് പലപ്പോഴും കുറഞ്ഞ മുൻഗണനയാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഇവയ്ക്കായുള്ള സമ്പാദ്യം വൈകുന്നത് കൂട്ടുപലിശയുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തുകയും അന്തിമ സമ്പാദ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. വിരമിക്കുമ്പോൾ ലഭിക്കുന്ന PF, ഗ്രാറ്റുവിറ്റി എന്നിവ മാത്രം ഭാവി ജീവിതത്തിന് മതിയാകുമെന്ന് കരുതുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനമാണ്. അതിനാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ സഹായത്തോടെ കൃത്യമായ റിട്ടയർമെന്റ് പ്ലാൻ തയ്യാറാക്കി സുഖപ്രദമായ ഭാവി ഉറപ്പാക്കേണ്ടതുണ്ട്. വരുമാന പരിമിതികൾ കാരണം എല്ലാ ലക്ഷ്യങ്ങളും ഒരേ സമയം നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചില ലക്ഷ്യങ്ങൾ കുറച്ചു കാലത്തേക്ക് കൂടി നീട്ടിവെക്കുന്നത് ഉചിതമായിരിക്കും. ഉദാഹരണത്തിന്, വീട് വാങ്ങുന്നത് പോലെയുള്ള വലിയ ലക്ഷ്യങ്ങൾക്കായി മറ്റ് വിനോദയാത്രകളോ അനാവശ്യ ചെലവുകളോ കുറയ്ക്കാവുന്നതാണ്. എന്നിരുന്നാലും കുട്ടികളുടെ വിദ്യാഭ്യാസം പോലുള്ള നിശ്ചിത സമയത്ത് നടക്കേണ്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആവശ്യമെങ്കിൽ വായ്പകൾ വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്തിയും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കണം. അടുത്തത് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ്. വരുമാനവും ചെലവും തമ്മിൽ കൃത്യമായി പൊരുത്തപ്പെടുന്നത് എങ്ങനെയാണ്? വരുമാനവും ചെലവും തമ്മിൽ കൃത്യമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക ആസൂത്രണത്തിൽ അതിപ്രധാനമാണ്. വരുമാനത്തെക്കാൾ കുറഞ്ഞ തുക മാത്രം ചെലവഴിക്കുന്നവർ പോലും മാസത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന വലിയ ചെലവുകളോ വരുമാനം ലഭിക്കാൻ വൈകുന്നതോ മൂലം പണക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട്. കയ്യിൽ മതിയായ കരുതൽ ധനം ഇല്ലാത്ത പക്ഷം പ്രതിസന്ധികൾ മറികടക്കാൻ ഉയർന്ന പലിശയുള്ള ഹ്രസ്വകാല വായ്പകളെ ആശ്രയിക്കേണ്ടി വരികയും അത് സമ്പാദ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വരുമാനത്തിന്റെയും ചെലവുകളുടെയും തീയതികൾ രേഖപ്പെടുത്തിയ ഒരു മാസ ബജറ്റ് തയ്യാറാക്കുന്നത് ഗുണകരമാണ്. ഇത് സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നൽകുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ സമ്പാദ്യം നടക്കുന്നുണ്ട് ഉറപ്പാക്കാനും സഹായിക്കുന്നു. കേന്ദ്ര ബജറ്റിനെ കുറിച്ച് ഏറെ ശ്രദ്ധിക്കുന്ന പലരും സ്വന്തം ജീവിതത്തിൽ ബജറ്റിംഗ് എന്ന സുപ്രധാനമായ പ്രക്രിയ പലപ്പോഴും മറന്നുപോകാറുണ്ട്. മൂന്നാമത്തെ കാര്യം ഇൻഷുറൻസ് പ്ലാനിംഗ് തന്നെയാണ്. എന്ന് വെച്ചാൽ അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ നിന്ന് കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കാം. അപ്രതീക്ഷിത സംഭവങ്ങൾ മൂലം കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതിരിക്കാൻ ഇൻഷുറൻസ് ആസൂത്രണം അത്യന്താപേക്ഷിതമാണ്. കുറഞ്ഞ പ്രീമിയം തുകയിലൂടെ അപകട സാധ്യതകളെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കൈമാറുന്ന ഈ സംവിധാനം വഴി മരണമോ വൈകല്യമോ മൂലമുള്ള വരുമാന നഷ്ടം പരിഹരിക്കാനും ചികിത്സാ ചെലവുകൾ മൂലമുണ്ടാകുന്ന അധിക ഭാരം ലഘൂകരിക്കാനും സാധിക്കുന്നു. സ്വത്തുക്കൾക്കുണ്ടാകുന്ന കേടുപാടുകൾക്ക് ജനറൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമ്പോൾ വ്യക്തിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായ ശരിയായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം. ഡെപ്റ്റ് മാനേജ്മെന്റ് ആണ് നാലാമത്തെ കാര്യം. വായ്പകളും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും എങ്ങനെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാമെന്ന് നോക്കണം. കടമെടുക്കുന്നത് ഭാവിയിലെ വരുമാനത്തെയും സമ്പാദ്യത്തെയും ബാധിക്കുമെന്നുള്ളതിനാൽ വീട് പോലുള്ള മൂല്യം വർദ്ധിക്കുന്ന ആസ്തികൾക്കാണോ അതോ കാർ പോലുള്ള മൂല്യം കുറയുന്ന വസ്തുക്കൾക്കാണോ വായ്പ എടുക്കേണ്ടതെന്ന് കൃത്യമായി വിലയിരുത്തണം. അമിതമായ കടബാധ്യതകൾ കുടുംബങ്ങളെ കടക്കെണിയിലാക്കാതിരിക്കാൻ
തിരിച്ചടവ് ക്രമീകരിക്കുകയും ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുകയും വേണം. കടക്കെണിയിൽ അകപ്പെട്ടവർക്ക് കൃത്യമായ കൗൺസിലിംഗിലൂടെയും ആസ്തികൾ വിവേകപൂർവ്വം വിനിയോഗിച്ചും സാമ്പത്തിക മോചനം നേടാൻ സാധിക്കും. സാമ്പത്തിക ആസൂത്രണം എന്നത് കേവലം പണം സമ്പാദിക്കൽ മാത്രമല്ല, മറിച്ച് ലഭ്യമായ വരുമാനം കൃത്യമായ ലക്ഷ്യങ്ങളോടെ വിനിയോഗിക്കലാണ്. ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ നിർദ്ദേശിക്കുന്ന ഈ രീതികൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിയാൽ അനാവശ്യമായ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനും ഭാവി സുരക്ഷിതമാക്കാനും നമുക്ക് സാധിക്കും. ഈ 4 ഘട്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നടപ്പിലാക്കുന്നത് വഴി നമ്മൾ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള 4 പ്രധാന ഘടകങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ വിശദമായി ചർച്ച ചെയ്യാം.